ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്നവയും ഒരു പന്തിനോളം മാത്രം വലുപ്പവും രൂപവും ഉള്ളവയും ഉൾപ്പെടെ നൂറുകണക്കിന് വകഭേദങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്ന മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ചെടിയായിട്ടിന്ന് മാറിയിട്ടുള്ള കാക്ടസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. ലഭ്യമാകുന്ന ജലം കാണ്ഡത്തിൽ ശേഖരിച്ച് ഏറെ കാലം ജലമില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുന്ന സവിശേഷ സ്വഭാവം നമ്മുടെ ഈ ചെടിക്കുണ്ട്. ജലനഷ്ടം പരമാവധി ഒഴിവാക്കുന്ന വിധം ഇലകൾ ഇല്ലാത്ത രൂപഘടനയാണ് ഇതിന് ഉള്ളത്. ഒരു കാലത്ത് നമ്മുടെ എല്ലാ നാട്ടിൻ പുറങ്ങളിൽ വേലിക്കരികളിലെല്ലാം നിന്നിരുന്ന കള്ളിമുള്ളു ചെടിയാണ് കേട്ടോ ഇത്. ഭൂമിയിലെ ഏറ്റവും വരണ്ട സ്ഥലങ്ങളിലൊന്നായ അറ്റക്കാമ മരുഭൂമി ഉൾപ്പെടെ വളരെ വരണ്ട ചുറ്റുപാടുകളിൽ ജീവിക്കാൻ നമ്മുടെ കള്ളിച്ചെടികൾ അനുയോജ്യരാണ്. ഇന്ന് നമ്മുടെ പല വീടുകളുടെയും അകത്തളങ്ങളിൽ ഈ കാണുന്ന കാക്ടസിൻ്റെ പല വെറൈറ്റീസ് വളർത്തിയെടുക്കുന്നുണ്ട്. ഇവയുടെ കട്ടിയുള്ളതും മാംസളമായതുമായ ഭാഗങ്ങൾ വെള്ളം സംഭരിക്കുന്നതിന് അനുയോജ്യമാണ്. മറ്റു പല ചൂഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സുപ്രധാന പ്രക്രിയ നടക്കുന്ന മിക്ക കള്ളിച്ചെടികളുടെയും ഒരേയൊരു ഭാഗം അതിൻ്റെ തണ്ട് മാത്രമാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ കള്ളിച്ചെടികൾക്കും യഥാർത്ഥ ഇലകൾ നഷ്ടപ്പെട്ട് മുള്ളുകൾ മാത്രമാണ് നിലനിർത്തുന്നത്. അവ വളരെ പരിഷ്കരിച്ച ഇലകളാണ്. സസ്യബുക്കുകൾക്ക് എതിരെ പ്രതിരോധിക്കുന്നതിനൊപ്പം കള്ളിച്ചെടിക്ക് സമീപമുള്ള വായുപ്രവാഹം കുറയ്ക്കുകയും തണൽ നൽകുകയും ചെയ്യുന്നതിലൂടെ ജലനഷ്ടം തടയാനായിട്ട് ആ മുള്ളുകൾ സഹായിക്കുന്നുണ്ട്. യഥാർത്ഥ ഇലകളുടെ അഭാവത്തിൽ കള്ളിച്ചെടിയുടെ വലുതാക്കിയ കാണ്ഡം ഫോട്ടോസിന്തസിസ് നടത്തുന്നു. നമ്മുടെ ഈ കള്ളിച്ചെടിക്ക് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട്. പല ഇനങ്ങളും അലങ്കാര സസ്യങ്ങളായിട്ട് നാം ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. മറ്റുള്ളവ കാലിത്തീറ്റയ്ക്കോ വേണ്ടിയുള്ളതും മറ്റുള്ളവ ഭക്ഷണത്തിനായിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കള്ളിച്ചെടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാക്ടസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.